കഴിഞ്ഞ ഒരു 2 വീഡിയോകളിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി പറഞ്ഞിരുന്നു. വലിയ നന്ദിയുണ്ട്. കാരണം വളരെ ചെറിയ 2 വീഡിയോകളിൽ മാത്രമാണ് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ പോലും നിരവധി ആളുകൾ നമ്മുടെ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള അതെടുത്ത എല്ലാവർക്കും തന്നെ നന്ദി. മെമ്പർഷിപ്പ് പല ലെവലുകളിലുണ്ട്. ഏറ്റവും ആദ്യത്തെ ലെവലിൽ 179 ആണ് പെർ മന്ത് അതിന് വരിക. അതെടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനില്ല. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റ് തരത്തിലുള്ള സ്പോൺസർഷിപ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളുടെ ബിസിനസ് ഗ്രൂപ്പുകളുടെ പരസ്യമൊക്കെ മേടിക്കുന്നത് എനിക്ക് എളുപ്പമാണ്. പക്ഷേ അതൊക്കെ ചെയ്താൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പലപ്പോഴും പരിമിതമാകും എന്നുള്ളത് കൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇത് ചെയ്തില്ലെങ്കിലും നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ പ്രയോജനമെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോകൾ നിരന്തരമായി കാണുകയും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ തന്നെ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊന്നോ ചെയ്യാനുള്ള പ്ലാനുകൾ കൂടിയുണ്ട് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആ ടോപ്പിക് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയാകാനായിട്ട് KC വേണുഗോപാൽ വരുന്നു. അദ്ദേഹത്തെ ലീഗ് പിന്തുണക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം AP അനിൽകുമാർ എന്ന് പറയുന്ന ഇപ്പോൾ KPCCയുടെ ഭാരവാഹി വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണാൻ വേണ്ടി ചെന്ന് അവരടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ആ AP അനിൽകുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം നേരത്തെ കെ മുരളീധരൻ്റെയൊക്കെ അനുയായിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ഉറച്ച അനുയായിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉറച്ച അനുയായി അദ്ദേഹം വെറുതെ ഒരു കാരണവശാലും പാണക്കാട് ചെന്ന് തങ്ങളെ കാണാനൊരു സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹം ചെന്നത് എന്തിനായിരിക്കുമെന്ന് ചോദിച്ചാൽ, KC വേണുഗോപാൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായി വരാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അഭിപ്രായം, അത് കോൺഗ്രസിനകത്തൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല, അതൊക്കെ അദ്ദേഹം മാനേജ് ചെയ്ത് കഴിഞ്ഞു, അതിലേക്ക് ഞാൻ വരാം. ഏറ്റവും ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാകാതിരിക്കേണ്ട ഒരു കക്ഷി എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗ് മാത്രമാണ്. ബാക്കിയുള്ള ആളുകളുടെ ഒന്നും അഭിപ്രായങ്ങൾക്ക് അത്ര വലിയ വിലയില്ല. പക്ഷേ സാദിഖ് അലി തങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും എത്തുന്ന ആളുകളെ തടയാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടി വളരെ വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇന്നലെ സാദിഖ് അലി തങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അഭിപ്രായം പറയും, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഹൈക്കമാൻഡ് അടുത്തൊരു അഭിപ്രായം പോലും പറയില്ല, അതും പരസ്യമായി പറയില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരാകണം എന്നൊരു നിർബന്ധവും പിടിക്കില്ല, പക്ഷേ ഇന്നയാളായാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു അഭിപ്രായം പറഞ്ഞേക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ പലപ്പോഴും VD സതീശനേക്കാൾ കുറച്ചുകൂടി താല്പര്യം അവർക്ക് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ KC വേണുഗോപാൽ ഈ ഏറ്റവും അവസാനത്തെ ഒരു നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ KC വരാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ചെയ്തതാണ്. നിരവധി MLA മാർ, അതുപോലെ K സുധാകരൻ, ഇവരെല്ലാവരും തന്നെ KCയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ട് മുമ്പോട്ട് വരുന്നു. അതിനൊക്കെ സഹായകമായത് എന്ന് പറയുന്നത് നിഷാദ് റാവുത്തർ നടത്തിയിട്ടുള്ള, അതുപോലെ തന്നെ മീഡിയ വൺ നടത്തിയിട്ടുള്ള 2 ചർച്ചകളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ചർച്ച എന്ന് പറയുന്നത് KCക്ക് വഴങ്ങുമോ VD എന്നുള്ളതാണ്, അല്ലെങ്കിൽ KC റാഞ്ചി എടുക്കുമോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ചർച്ചയാണ് നടത്തിയത്. ആ ചർച്ചകളിൽ KCക്ക് ഇതിനൊരു അർഹതയില്ലെന്നും ഇതിന് അർഹത ഉണ്ടാകേണ്ടത് VD സതീശനാണെന്ന് പറഞ്ഞ് ചർച്ചകളൊക്കെ നടത്തിയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് ഇതൊന്നും വെറുതെ ഉണ്ടാകുന്ന ചർച്ചകളല്ല കേട്ടോ. ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള PR വർക്കാണ്, ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലും നടത്തുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മീഡിയ വണ്ണിൻ്റെ എല്ലാ വാർത്തകളും എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവർ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് VD സതീശനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, VD സതീശനാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഉള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വലിയ മുൻകൈ എടുത്തത്. അവരുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ മേടിക്കാൻ അദ്ദേഹമാണ് താല്പര്യമെടുത്തത്. നിലമ്പൂരിൽ വെച്ചിട്ട് അദ്ദേഹമാണ് ചർച്ച നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനത്തിലാണ് ആ ചർച്ചകളിൽ തീരുമാനമായത് ഇവരെ ഏതാണ്ട് ഒരു പുറമേ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഖ്യകക്ഷിയാക്കാനായിട്ട് തീരുമാനിച്ചത്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു കാര്യം, VD സതീശനാണ് ഇനി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്ന ഒരു വാദം ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയും അതിനെ എൻഡോസ് ചെയ്യുകയും അവരുടെ ഈ പറയുന്ന പോലെ മുഖം മൂടി ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായി ഏതാണ്ട് കഴിഞ്ഞ UDFൻ്റെ പ്രചരണത്തിൻ്റെ ഒരു സ്ട്രാറ്റജി മുഴുവൻ കൈകാര്യം ചെയ്തത് മീഡിയ വണ്ണും C ദാവൂദുമാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ C ദാവൂദിൻ്റെയൊക്കെ അടുത്ത സ്ട്രാറ്റജി എങ്ങനെയും VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് അഭ്യന്തരം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ KK ബാലൻ പറഞ്ഞതിൻ്റെ ഒരു പകുതി നടക്കും.
നടക്കും. ആഭ്യന്തരമന്ത്രി ആയില്ലെങ്കിലും ഏതാണ്ട് ആ മന്ത്രി ആയിരിക്കും, മന്ത്രിസഭയിൽ വലിയ പ്രാധാന്യം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ കിട്ടും നയപരമായ തീരുമാനങ്ങളിൽ എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൃത്യമായിട്ട് തുടങ്ങി വെച്ചൊരു അംഗം എന്ന് പറയുന്നത് ഈ പറയുന്ന KC വേണുഗോപാൽ ഇത് റാഞ്ചി എടുക്കുമോ തട്ടിപ്പറിക്കുമോ എന്നുള്ള ലെവലിൽ ഉള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് എല്ലാവരും തന്നെ നടത്തിയത്. KC വേണുഗോപാലിന് ഇതിൻ്റെ പുറത്ത് യാതൊരുവിധ അർഹതയുമില്ല എന്നുള്ള നിലക്കുള്ള ചില പ്രചരണങ്ങളൊക്കെ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും VD സതീശനോ സതീശൻ്റെ ഗ്രൂപ്പൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അറിയാതെ ഒന്നും ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചയൊന്നും മീഡിയ വണ്ണൊന്നും സംഘടിപ്പിക്കാൻ പോകുന്നില്ല. അതൊക്കെ അരിഭക്ഷണം കഴിക്കുന്ന ഈ മേഖലയിലൊക്കെ കൃത്യമായി ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാം. അങ്ങനെ തന്നെയാണ് ചാനലുകളിലൂടെ തന്നെ അജണ്ടയൊക്കെ തന്നെ പുറത്തേക്ക് വിടുന്നത്. അത് അപകടം മണത്തിട്ടുള്ള, വളരെ കൃത്യമായ അപകടം മണത്തിട്ടുള്ള ആളുകൾ അപ്പം തന്നെ നമ്മുടെ മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ മുതൽ ഏറ്റവും ഒടുവിൽ റോജി M. ജോണും സുധാകരനും വരെയൊക്കെ ഇത് അരിഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അവർക്കും മനസ്സിലാവും. അവരൊക്കെ തന്നെ സടകുടഞ്ഞെഴുന്നേക്കുകയും അവരൊക്കെ തന്നെ ഇതിനെതിരെ പ്രസ്താവനകളുമായി രംഗത്തേക്ക് വരികയൊക്കെ ചെയ്യും. ഇതിനിടയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് എനിക്ക് VD സതീശൻ മുഖ്യമന്ത്രി ആകേണ്ട എന്നൊരു അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം നല്ല ആൾ തന്നെയാണ്. പക്ഷേ ഇത് മീഡിയ വണ്ണിൻ്റെ കുത്തിത്തിരിപ്പാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി ഉണർന്നെണീക്കുകയും ഇവർ വലിയ തോതിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു, അതായത് MLA അല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി ആകാം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ എളുപ്പത്തിൽ പറയാം. കാരണം എന്താണെന്നറിയാമോ, അത് നിയമപരമായി അങ്ങനെയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് KC വരാനുള്ള വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ KC വരാനുള്ള വഴിയൊരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MP മാരെല്ലാവരും തന്നെ ഏതാണ്ട് കൃത്യമായി K. സുധാകരൻ മുതൽ MK രാഘവൻ വരെയുള്ള MP മാരൊക്കെ തന്നെ KC പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇവിടെ ഇലക്ഷൻ നിർത്തിയിട്ടുള്ള 95 പേരിൽ 60-ലധികം പേരും തന്നെ KC പക്ഷത്തു നിന്നുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് ഉണ്ടാവുകയാണെങ്കിൽ ആ കോൺഗ്രസിലുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർ കൂടുതൽ പാർലമെൻ്ററി പാർട്ടിയിൽ പിന്തുണ KCക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. VD സതീശൻ പറഞ്ഞിട്ടുള്ള 21 പേരുകളിലേക്ക് മാത്രമേ അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. അവരെ മാത്രമേ മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അടൂർ പ്രകാശും രമേശ് ചെന്നിത്തലയും അതുപോലെ K. സുധാകരനൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ സീറ്റുകൾ കൊടുത്തിട്ടുള്ളൂ. K. സുധാകരൻ്റെയൊക്കെ ഇല്ലെന്ന് തന്നെ നമുക്ക് നാമമാത്രമായി പറയാം. പിന്നെ ചില ആളുകൾ, വളരെ ബുദ്ധിയുള്ള ആളുകൾ, MLA വരെ മത്സരിച്ച ആളുകൾ, അവർ ഒരു ഡബിൾ ഗെയിം കളിക്കുന്നവരാണ്. അവർ VD സതീശനൊപ്പമാണെന്ന് അവരെ ധരിപ്പിക്കുകയും കൂടാതെ KC വേണുഗോപാലിനൊപ്പമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പോലും ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ KCയുടെ ഒപ്പം നിൽക്കും. പിന്നെ KCയെ സംബന്ധിച്ചോളം ഇപ്പോൾ 65 വയസ്സുകളുണ്ട്. KCക്ക് അറിയാം ഇത് ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് ആണ്. തൻ്റെ കയ്യിൽ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അധികാരമിരിക്കുന്ന സമയമാണ്. അധികാരമുള്ളവൻ്റെ കൂടെ മാത്രമേ കോൺഗ്രസ്സുകാർ നിൽക്കുകയുള്ളൂ. അതല്ല KCക്ക് പകരം VD സതീശനോ രമേശ് ചെന്നിത്തലയോ എങ്ങാനും, ഇവിടെ രമേശ് ചെന്നിത്തലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. VD സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന MLA-മാരടക്കം എല്ലാവരും മറുകണ്ഠം ചാടുകയും ഇവിടെ കേരളത്തിൽ തന്നെ KCയേക്കാൾ വലിയ ഒരു അധികാര കേന്ദ്രം രൂപപ്പെടുകയും ചെയ്യും. പിന്നെ KC വേണുഗോപാലിന് ഇപ്പോഴുള്ള അത്ര പിടിയൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 5 കൊല്ലം കോൺഗ്രസ് ഭരിച്ച് അതിനുശേഷം LDF ഗവൺമെൻറ് വന്ന് പിന്നെയും ഒരു 10 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഭരിക്കാൻ കഴിയുമെന്നറിയാം. ഇനി അതല്ല, കോൺഗ്രസ് തന്നെ ഭരിച്ചിട്ട് നമ്മുടെയൊക്കെ വളരെ ആകസ്മികമായി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലും അവർ ഭരിച്ചതിന് ശേഷം ഒരു തുടർഭരണം ഉണ്ടാവുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി അടക്കം ഒരാളെയും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് KCക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധികാരം എത്രത്തോളം നിൽക്കും എന്നുള്ള കാര്യത്തിൽ KCക്ക് വലിയ പ്രശ്നമുണ്ട്. കൂടാതെ 75 വയസ്സിന് ശേഷം ട്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്നുള്ളത് KCക്ക് അറിയാം. അതുകൊണ്ട് തന്നേക്കാൾ 62 വയസ്സ് കുറവുള്ള VD സതീശൻ പിന്നീട് ആയാൽ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലായി ഇന്ന് രാഘവേട്ടൻ എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവൻ കൂടി വന്ന് പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് ഹൈക്കമാൻഡ് അല്ല, പകരം ഇവിടെയുള്ള നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ് VD സതീശന് നേരെ വിരൽ ചൂണ്ടുന്ന കാര്യവും നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ്, MP-മാരാകാൻ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന തോക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാമെന്ന് പറയുന്ന സതുദ്ദേശപരമായൊരു ഓഫറാണ് ഞങ്ങൾ വെച്ചത്. അതായത് ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചു കിട്ടട്ടെ, ഇവിടെ ഒരു ഭരണം കിട്ടാനുള്ള ഒരു MLA കൂടിയാവും. ഇനി അതല്ല, തോറ്റുപോവുകയാണെങ്കിൽ MP-മാരായി തുടരാം എന്ന് പറയുന്ന ഒരു ഓഫറാണ് വെച്ചത്. പക്ഷെ അതുപോലും സമ്മതിക്കാതെ ചില ആളുകൾ കടുംപിടുത്തം പിടിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഷിയാസ് അടക്കമുള്ള എറണാകുളം DCC പ്രസിഡൻ്റൊക്കെ ആരാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയാൻ എന്ന് ചോദിക്കുക കൂടി ചെയ്തതിലൂടെ വരികൾക്കിടയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് വ്യക്തമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ KC പക്ഷം ഏതാണ്ട് പിടിമുറുക്കിയിരിക്കുന്നു. KC വരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ എന്ന് തന്നെയാണ്. അതിൽ ലീഗിൻ്റെ പിന്തുണയും ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്.